സ്കിന്നിനൊരു ചെറിയ പാട് വന്നാൽ പോലും നമ്മൾ ഇനിയിപ്പോൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നവരായാലും പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാത്തവരാണെങ്കിൽ കൂടി നമ്മൾ ലേഡീസിന് അങ്ങനെ നമുക്ക് ഫേസിൽ എന്തെങ്കിലും വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ടാന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിഗ്മെന്റേഷൻ വരുന്ന നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് പിഗ്മെന്റേഷൻ വരും. നമുക്ക് ഏജിന്റെ ഓവർ ആകുമ്പം വരും. കാരണം നമ്മുടെ കൊളാജിന്റെ പ്രവർത്തനം കുറയുകയും ഈസ്ട്രജൻ കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്ന് ഡള്ളാകാനും ഈ പിഗ്മെന്റേഷൻ, ടാനും ഒക്കെ ഇതുപോലെ വരാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച് മെനപ്പോസിന്റെ സമയത്ത് അങ്ങനെ ഉണ്ടാകും. പിന്നെ നമ്മൾ സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല അല്ലേ. പിന്നെ നമ്മൾക്ക് സൂര്യപ്രകാശത്ത് അധികം ജോലി ചെയ്യുന്നവര്, സൂര്യപ്രകാശം അധികം ഫേസിലേക്കുന്നവര്, പിന്നെ പല അസുഖങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട്, പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച്, ഇതൊക്കെ കൊണ്ട് നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാകും. പക്ഷെങ്കിൽ നമുക്ക് ഈ രോഗങ്ങൾ കൊണ്ടുള്ളതും ഈ മെനപ്പോസിന്റെ സമയത്ത് ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ അല്ലാതെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ നമുക്ക് ഗ്രാജ്വലി നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതൊക്കെ പയ്യെ മാറിക്കോളും. പക്ഷെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല നല്ല നമുക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അതിന് നമ്മളും കൂടെ ശ്രമിക്കണം. മനസ്സിലായോ? നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ഇതുപോലെ വെയിലത്ത് പോകുമ്പോൾ സൺ ബ്ലോക്കിന്റെ ക്രീം ഇടണം. പിന്നെ ഉള്ളിലോട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാകാതെ നമുക്ക് നോക്കാം അല്ലേ. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം പിഗ്മെന്റേഷൻ ആണ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ. നിങ്ങൾ വീട്ടിൽ ഏതൊക്കെ, നമ്മളിപ്പോൾ യൂട്യൂബേഴ്സില് നമുക്ക് ബ്യൂട്ടി ടിപ്സുകളുണ്ട്, ഒരുപാട് ബ്യൂട്ടി ടിപ്സുകളുണ്ട് അല്ലേ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബ്യൂട്ടി ടിപ്സുകളുണ്ട്. നിങ്ങൾ പലതും പരീക്ഷിച്ചിട്ട് പോകാത്ത പിഗ്മെന്റേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കൂട്ട് നിങ്ങളൊരു 7 days ചെയ്യുകയാണെങ്കിൽ, ശരിക്കും ഒരു 7 days നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. മനസ്സിലായോ? എല്ലാ പായ്ക്കുകളും DIYയുടെ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ കെമിക്കൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ കാര്യമേ അല്ല പറയുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒത്തിരി ഫിനാൻഷ്യൽ മുടക്കാത്ത നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് 7 daysനുള്ളിൽ ഈ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയെന്നല്ലേ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ശരിക്കും 7 days ഞാൻ ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ, എന്തെല്ലാം DIYയുടെ ക്രീമുകൾ പായ്ക്കുകൾ നിങ്ങൾ ഇട്ടോ എന്നിട്ട് നിങ്ങൾക്കത് ഫലിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കൂട്ടൊന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. അതിന് നമുക്ക് 2 സ്റ്റെപ്പാണ് അതിനുള്ളത്. ഒന്നൊരു ഫേസ് വാഷും പിന്നെ ഒരു പായ്ക്കുമാണ്. ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് തരാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏതൊക്കെ പായ്ക്കുകൾ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഏതൊക്കെ പായ്ക്കുകൾ ഉപയോഗിച്ചിട്ടും ഇത് പോകുന്നില്ല എങ്കിൽ ഇതും കൂടി ഒന്ന് അവസാന ശ്രമത്തിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. 7 days നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യണം. ഈവനിങ്ങിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതെന്താന്ന് വെച്ചാല് നമുക്ക് വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ കിച്ചണിൽ പണി കാണും. അപ്പൊ ചൂട്, വേർപ്പ്, പെരക്കകത്ത് നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ഇത് പെരക്കകത്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒത്തിരി നമുക്ക് അതിൻ്റെ ഇടയിൽ വിയർക്കും. നമ്മൾ രാവിലെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മുടെ പൊല്യൂഷൻ, നമ്മുടെ മുഖത്ത് ഈ പൊടികളും ആവശ്യമില്ലാത്ത പൊടിപടലങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ ക്രീം ഫേസ് പാക്ക് ഇട്ടതിന് ഫലമില്ലെന്നാകും. അതുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യവും നമ്മൾ ഈവനിങ്ങിൽ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം.
ഞാൻ ഉണ്ടാക്കി കാണിക്കും. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിവിടെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കാത്തത്. ഞാൻ ഈ വീക്കിലി ഞാൻ ഒരു 7 days അല്ലെ ഒരു 10 daysന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുള്ളൂ. പിന്നെ നമുക്ക് തീരുമ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ് പതിവ്. ഇപ്പം ഞാൻ പറയുന്ന ഈ സാധനങ്ങൾക്ക് നമുക്ക് ഫേസ് വാഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയത്, ഏറ്റവും ആദ്യം വേണ്ടിയത് നമ്മുടെ റൈസ് ഫ്ലവർ ആണ്, അരിപ്പൊടിയാണ് വേണ്ടിയത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടിയത് ഇരട്ടി മധുരം, ലിക്വറിസ് പൗഡർ. നമ്മുടെ ആയുർവേദത്തിലെ കിങ്, രാജാവ് എന്നൊക്കെ പറയാം ഇരട്ടി മധുരത്തിന്. അത്രത്തോളം ബെനിഫിറ്റ്സ് ഉള്ളതാണ്, നമ്മുടെ സ്കിന്നിനും മെഡിസിൻ വാല്യൂ ഉള്ളതും കൂടാണ് ഇരട്ടി മധുരം, അതായത് ലിക്വറിസ്. ഇത് കണ്ടോ, ഇത് 2 ടീസ്പൂൺ എടുക്കണം. അരിപ്പൊടി, റൈസ് ഫ്ലവർ അരിപ്പൊടി 2 ടീസ്പൂൺ എടുക്കണം. ലിക്വറിസ് പൗഡർ 2 ടീസ്പൂൺ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് ആലം പൗഡർ. ഇത് നമുക്ക് കട്ടയായിട്ടും വാങ്ങിക്കാൻ കിട്ടും, പൗഡറായിട്ടും ആമസോണിലൊക്കെ കിട്ടും. ആലം പൗഡർ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതായിട്ട് അറിയായിരുന്നു. നമ്മളെപ്പോൾ എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ ഇതൊക്കെ എന്താന്ന് മനസ്സിലാകും. പണ്ട് നമ്മുടെ ബാർബർ ഷോപ്പുകളിലെല്ലാം ഷേവിങ് കഴിഞ്ഞിട്ട് ഇത് ഒരു സോപ്പ് ഇങ്ങനെ ഉരയ്ക്കാൻ കൊടുക്കും. ഇങ്ങനെ അവർ തൂത്ത്, ഇങ്ങനെ ഒരു സോപ്പല്ല, ഇതിൻ്റെ തന്നെ കട്ട ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. എന്നാന്നറിയാവോ, ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററിയും കൂടിയാണ് ഈ ആലം. ഏറ്റവും നമ്മുടെ പിഗ്മെന്റേഷൻ പോകാനും ഡാർക്ക് സ്പോട്ട് പോകാനും ഒക്കെ ഏറ്റവും ബെറ്റർ ആണ് ഈ ആലം. ഇതൊരു സ്റ്റോൺ ആണ്. ഇത് നമുക്ക് പ്രകൃതി തന്നെ തരുന്ന ഒരു സാധനമാണ്. ഇത് ആരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ശരിക്കും നല്ലൊരു റിസൾട്ട് തരുന്നതാണ് ഈ ആലം പൗഡർ. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ഇതൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ആലത്തിന്റെ പൗഡർ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയേ ഇല്ലാത്ത സാധനമാണ്. ഇതിന് എങ്ങാണ്ടേ ഉള്ളൂ 125 രൂപയുള്ളൂ കേട്ടോ. ഇത് ശരിക്കും നമുക്കിത് ഒരു മിറക്കിൾ റിസൾട്ട് തരുന്ന സാധനമാണിത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ലിക്വറിസ് പൗഡർ ഒരു 2 ടീസ്പൂൺ എടുക്കുക. റൈസ് ഫ്ലവർ അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കുക. ഇത് നമുക്ക് 1/2 ടീസ്പൂൺ മതി. മനസ്സിലായോ? ഒരുപാട് ഇത് ചേർക്കേണ്ട കാര്യമില്ല. ഇതൊരു 1/2 ടീസ്പൂൺ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടിയത് റൈസ് ഫ്ലവർ എടുത്തു, ലിക്വറിസ് പൗഡർ എടുത്തു. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ആലം പൗഡർ വേണം. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നട്ട്മക്ക് എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ജാതിക്ക, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ജാതിക്ക. ആ ജാതിക്കയുടെ കുരുണ്ട്. അത് ഏറ്റവും ഇതുപോലെ തന്നെ നമ്മൾക്ക് സ്കിന്നിന്റെ ഈ പിഗ്മെന്റേഷൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ജാതിക്ക. അതിന്റെ പൗഡറും. മനസ്സിലായോ? ഇത് 1 ടീസ്പൂൺ എടുക്കണം. അപ്പോൾ റൈസ് ഫ്ലവർ 2 സ്പൂൺ, ലിക്വറിസ് 2 സ്പൂണ്, ആലം പൗഡർ 1/2 ടീസ്പൂണ്, നട്ട്മക്കിന്റെ പൗഡർ 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ബോട്ടിൽ വെക്കുക. ഒരു ഗ്ലാസ് ജാറിൻ്റെ അകത്ത് ഇതുപോലെ ഇട്ട് വെക്കുക. ശരിക്കും നമ്മൾ ഈ 7 days അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ടാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ടത്. ഫേസ് വാഷ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, നമ്മള് സാധാരണ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ കഴുകി എടുക്കുകയല്ലേ. ഇത് അങ്ങനല്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് വെക്കുക. എന്നിട്ട് ശരിക്കും ഈ പൗഡർ കുറച്ചെടുത്തിട്ട് പാലിൻ്റെ അകത്ത്, കാച്ചാത്ത പാലിൻ്റെ അകത്ത് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ശരിക്കും മസാജ് ചെയ്യുക. ഇതൊരു ഫൈൻ പൗഡറാണ് ഇതെല്ലാം. അതുകൊണ്ട് സ്ക്രബിന്റെ എഫക്റ്റ് കിട്ടത്തില്ല, പേടിക്കണ്ട. നമുക്ക് ശരിക്കും ഒന്ന് ഹാർഡായിട്ടല്ലാതെ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഒരു പായ്ക്കാണ് ഇടുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് കടലമാവാണ്. കടലമാവ് നിങ്ങളുടെ ഫേസിന് ആവശ്യമായത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ
1 ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ ഫേസ് വാഷിന്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കാച്ചാത്ത പാലിൻ്റെ അകത്തോ തൈരിൻ്റെ അകത്തോ റോസ് വാട്ടറിൻ്റെ അകത്തോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചത്, നിങ്ങൾക്ക് പറ്റിയതെന്നറിയാന്ന് നിങ്ങൾ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് 7 ഡേയ്സ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നേക്കാളും നല്ലൊരു അടിപൊളി അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പായ്ക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അലർജി ടെസ്റ്റ് ചെയ്യണം. ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും ഇവിടെ കുറച്ചു നേരം തൂത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തൂത്തിട്ട് ഒന്ന് കുറച്ചു നേരം ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീക്കിലി ഒരു 3 times 2 times ആയിട്ട് അങ്ങനെ ഇത് കുറഞ്ഞു വരുമ്പം വീക്കിലി 1 ടൈം ഇട്ടാലും മതി. മനസ്സിലായോ? അത്രത്തോളം നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇത്. ഫേസ് വാഷും ഒരു ഫേസ് പായ്ക്കുമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലായ നമ്മുടെ വീട്ടിലുള്ള ഈ ആലം പൗഡർ മാത്രമേ ഉള്ളൂ വാങ്ങിക്കേണ്ടത്. ബാക്കി ലിക്വിഡ് പൗഡർ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും കാണും. ഇത് അങ്ങാടിക്കടയിൽ കിട്ടും. ഇത് രണ്ടും അങ്ങാടിക്കടയിലും കിട്ടും, ഫ്ലക്കാട്ടി പോണമെന്നില്ല. സോപ്പ് കട്ടയ്ക്ക് ആലം പൗഡർ കിട്ടുന്നതെങ്കിൽ അതിനെ ഒന്ന് പൊടിച്ച് മിക്സിയിലിട്ട് പൗഡർ ആക്കിയാൽ മതി. മനസ്സിലായോ? അപ്പം പിന്നെ കടലമാവിന്റെ കാര്യം അറിയാലോ. നമ്മുടെ പ്രാചീന കാലം പണ്ട് തൊട്ടേ ആൾക്കാര് ഫേസിന് സ്ത്രീകൾ ഉപയോഗിച്ചു വരുന്ന പയറുപൊടി, കടലമാവ്, ഇതൊക്കെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ അപ്പം അത്രത്തോളം ഗുണങ്ങളുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഞാനൊരു റിക്വസ്റ്റ് പോലെ പറയാണ്, ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. അതുപോലെ നമുക്ക് സ്കിന്നിലെ പിഗ്മെന്റേഷൻ മാറിപ്പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻസിലൂടെ. ഇത് ഇന്നും ഇന്നലെയും കൊണ്ട് ഞാൻ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ശരിക്കും ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടർന്നു വരുന്ന ഓരോ കാര്യങ്ങളുമാണ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഓക്കെ, നല്ലൊരു സബ്ജക്റ്റുമായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.